വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നത് എന്താണ്? ഇപ്പോൾ കേരളത്തിൽ ഒരു താരമായി തീർന്നിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രി വരുന്ന വേദിയിലെ പ്രധാന താരമായി മാറുകയും ചെയ്തു. 3 മണിക്കൂറിന് മുമ്പേ വേദിയിൽ ഉപവിഷ്ടനായി. അതുതന്നെ എതിർ പാർട്ടിക്കാർക്ക് ഹാലിളകുകയും ചെയ്തു എന്നുള്ളതാണ്. രാജീവൻ കേരളത്തിൽ രാജീവം വിടർത്തുമോ എന്നാണ് അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം മോദി രാജീവനെ കണ്ടപ്പോൾ തന്നെ ആദ്യം ചോദിച്ചത് അധ്യക്ഷ പദവി എങ്ങനെയുണ്ട് എന്നാണ്. ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് പലതും വായിച്ചെടുക്കാനുണ്ട്. മോദി അങ്ങനെ ചോദിക്കുമ്പോൾ മോദിയും അമിത്ഷായും കൂടെ ചേർന്നുള്ള ഒരു കൂട്ടുകെട്ടാണ് ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. അതായത് എല്ലാം തുടങ്ങിക്കഴിഞ്ഞില്ലേ എന്നാണ്. വേണ്ട തരത്തിലുള്ള ആയുധങ്ങളും ഒക്കെയായിട്ടാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ആവനാഴി നിറച്ച അമ്പുകളുണ്ട്. ഇനി അതങ്ങോട്ട് തൊടുത്തു വിടുകയേ വേണ്ടൂ. എതിരാളികളുടെ പക്കലില്ലാത്ത ആയുധങ്ങൾ ആവനാഴിയിൽ സൂക്ഷിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ അതുമായിട്ട് കളം നിറയ്ക്കും എന്നുള്ളതാണ് കാണുന്നത്. 24-ൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചു. MP ഡോക്ടർ ശശി തരൂരിനെ വിശ്വപൗരൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. മണ്ഡലത്തിന് വലിയ ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും 4ാം തവണയും കരേറിപ്പോയി എന്നുള്ളതാണ്. എന്തുകൊണ്ട്? കേരളത്തിലെ BJPയുടെ സംഘടനാ സംവിധാനത്തിൽ പല പാകപ്പിഴകളും ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ ഗ്രൂപ്പിസത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് BJP കേരള ഘടകം മാറിയിട്ടേറെ കാലമായി. ഒരു 5 നേതാക്കന്മാരുണ്ടെങ്കിൽ അവിടെ 15 ഗ്രൂപ്പുണ്ട്. ഓരോ ഗ്രൂപ്പിലും നേതാവാകാൻ ചുരുങ്ങിയത് 2 or 3 പേർ ഉണ്ടെന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെയാണ് BJP കേരളത്തിൽ പലപ്പോഴും അവസരങ്ങൾക്കൊത്തുയരാൻ കഴിയാതെ പോയതും കിട്ടിയ അവസരം ഗുണപ്പെടുത്താൻ കഴിയാതെ പോയതും ഗുണം പിടിക്കാതെ പോയതും. 2016-ൽ നിയമത്തെ വോട്ടർമാർ കയ്യിൽ വെച്ചു കൊടുത്തു, നന്നാകൂ ഇനിയെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് 2021-ൽ കൊണ്ടുപോയി തൊലച്ചു കൊടുത്തു. ഇനിയെങ്കിലും അത് നേടിയെടുക്കണം എന്ന് ഇവിടുത്തെ നേതാക്കന്മാർക്കുണ്ടായില്ല. പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും അവസരം കൈവന്നതാണ്, അതും കൊണ്ടുപോയി തൊലച്ചു. ഇവർക്ക് അവസരങ്ങൾ തൊലച്ചുകൊണ്ട് ഇങ്ങനെ പോകണം. BJP കേന്ദ്ര നേതൃത്വത്തിന് ഒരു കറവ പശു പോലെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം പിന്നീട് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കി. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖറിനെ ഇങ്ങോട്ടേക്ക് വിട്ടത്. അതോടുകൂടി കേരളത്തിലെ ഈ വിഭാഗീയത അങ്ങോട്ട് അവസാനിച്ച് ചേരിപ്പോര് മതിയാക്കി എല്ലാവരും കൂടി ഒരു കുടക്കീഴിൽ വരികയുണ്ടായി. ഒരു വെടിക്ക് പല പക്ഷികളുണ്ട് എന്നുള്ളതാണ് രാജീവ് ലക്ഷ്യമിടുന്നത്. ഇനി അഥവാ കേരളത്തിൽ ഒന്നും നടന്നില്ലെങ്കിൽ, അതായത് 2026-ൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ തലസ്ഥാനത്ത് തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് 2029-ൽ പാർലമെന്റിലേക്ക് എത്താനാകുമോ എന്നതും രാജീവ് ചിന്തിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 2029-ലാണ് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഏതാണ്ട് വിജയത്തോടടുത്തു വന്നതാണ് രാജീവ്. അപ്പോൾ അതിനുള്ള സാധ്യത ഇനിയും ഉണ്ട് എന്ന് അദ്ദേഹം കണക്ക് കൂട്ടുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറിനെ എല്ലാത്തിനെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം. പലപ്പോഴും മാറി നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ അടുപ്പിച്ച് നിർത്തണം. BJPയിൽ വേറിട്ട ഒരു ലൈനിലൂടെ പോകുന്ന സുരേഷ് ഗോപിയെയും ചേർത്ത് നിർത്തിക്കൊണ്ടു പോകണം. പിന്നെ മറ്റ് വിഭാഗീയതയൊക്കെ ആയിട്ട് നിൽക്കുന്ന പലരെയും ചേർത്ത് നിർത്തണം. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭ തന്നെ പിടിച്ചെടുക്കണമെന്നാണ് രാജീവ് ആലോചിക്കുന്നത്. കാരണം അതിനോടൊപ്പം അടുത്ത് നിൽക്കുകയാണ്. ആ നഗരസഭ പിടിച്ചാൽ തന്നെ അതിലൂടെ ചുരുങ്ങിയത് 4 നിയമസഭാ മണ്ഡലങ്ങൾ അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിയും. തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം
നിയമം എന്നിവയാണത്. അപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ 4 മണ്ഡലങ്ങളെയും 2026 BJPക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ അനുകൂലമാക്കി മാറ്റുക എന്നതാണ് രാജീവന്റെ അജണ്ട. അതിൽ തന്നെ BJPക്കും RSSനും ശക്തമായ വേരോട്ടമുള്ള വട്ടിയൂർക്കാവിനോട് രാജീവന് ഏറെ താല്പര്യവുമുണ്ട്. 2026 ഒരുപക്ഷെ രാജീവ് തന്നെ അവിടെ മത്സരിക്കാൻ തയ്യാറെടുക്കും. അങ്ങനെ മത്സരിക്കാൻ ഇറങ്ങിയാലൊന്നും അത്ഭുതപ്പെടേണ്ടതില്ല. അതുപോലെ തന്നെ ഇതിനായുള്ള ഒരു ഇക്കോസിസ്റ്റം തന്നെ രാജീവ് ചന്ദ്രശേഖർ രൂപപ്പെടുത്തി എടുക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഈ തലസ്ഥാനത്ത് കോൺഗ്രസ് തീരെ ദുർബലമാണ്. അത് നമുക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ അറിയുന്നതുമാണ്. CPM നേതൃത്വം നൽകുന്ന ഭരണ സംവിധാനത്തോടെ പാർട്ടിക്കാർക്ക് പോലും നീരസമുണ്ട്. ആര്യ രാജേന്ദ്രന്റെ കാര്യം നമുക്കറിയാം. ഈ സാഹചര്യം മുതലെടുത്ത് കുറഞ്ഞ പക്ഷം വട്ടിയൂർക്കാവും കഴക്കൂട്ടവും നിയമവും പിടിക്കാൻ സാധിച്ചാൽ തനിക്കൊരു നിയമസഭാ കക്ഷി നേതാവ് എന്ന നിലയിൽ വളരാൻ സാധിക്കുമെന്നതും രാജീവന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതായിട്ടാണ് അറിയുന്നത്. അത്തരത്തിലുള്ള നീക്കമാണ് രാജീവ് നടത്തുന്നത്. ഇപ്പൊ ജില്ലകൾ തോറുമുള്ള പര്യടനം, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ള ഒരു തന്ത്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജീവ്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടികൂടിയാണ്. കേന്ദ്രത്തിൽ നിന്നും കെട്ടിയിറക്കപ്പെട്ട നേതാവ് എന്ന ഒരു ഇമേജിൽ നിന്നും സ്വയം പുറത്തുചാടാനും കേരളത്തിലെ കോക്കസുകളെ പൊളിച്ചെടുക്കാനുമാണ് രാജീവ് ഇത്തരത്തിൽ ശ്രമിക്കുന്നത്. സംസ്ഥാനത്തെ പല മുതിർന്ന നേതാക്കന്മാരുടെ പ്രവർത്തന മണ്ഡലവും അധികം വൈകാതെ തന്നെ രാജീവ് പ്രഖ്യാപിക്കും. അങ്ങനെ ഇതിനായി രാജീവ് അതിനുള്ള പണികളും തന്ത്രങ്ങളും ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ കുറേയധികം ഗ്രൂപ്പുകളെയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ജോലി ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു മിഷൻ 2025 തന്നെ കൊണ്ടുവരികയാണ്. ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അവകാശവാദങ്ങൾ, പ്രതീക്ഷകൾ നിരവധി നിരത്തുന്നുണ്ടെങ്കിലും ആത്യന്തികമായി അവർ ലക്ഷ്യമിടുന്നത് ഇക്കുറി തലസ്ഥാനത്തിൻ്റെ ഭരണം പിടിക്കുക എന്നുള്ളതാണ്. അത് അടുത്ത് നിൽക്കുകയാണ്. അത് കയ്യെത്തും ദൂരത്താണ്. അത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു പരാജയമായിട്ട് തന്നെ മാറും എന്നത് ഉറപ്പാണ്. ഒപ്പം പാലക്കാട് നഗരസഭയുടെ ഭരണം നിലനിർത്തുകയും വേണം. ഒപ്പം കേരളത്തിൽ BJPയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കണം. പിന്നെ അങ്ങനെ വർദ്ധിക്കുന്ന വോട്ട് 2026 ചവിട്ടുപടിയായിട്ട് മാറ്റാൻ സാധിക്കണം. ഇതിൽ രാജീവ് ചന്ദ്രശേഖർ ഏറെ പ്രാമുഖ്യം നൽകുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം തന്നെയാണ്. രാജീവ് അപ്പോൾ ചില കാര്യങ്ങളിൽ നോട്ടമിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്.